നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളോടും ദുഃഖങ്ങളോടും വെല്ലുവിളികളോടും ഒക്കെ കഴിയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ജീവിതത്തിൽ തടസ്സങ്ങളും ഭാരങ്ങളും നേരിടുമ്പോഴും ഏറ്റവും ആത്മധൈര്യവും ഉറച്ച വിശ്വാസവും എപ്പോഴും നിങ്ങളിലുണ്ടാകുന്ന വ്യക്തികൾ. സന്തോഷത്തോടും സമാധാനത്തോടും ജീവിത ഐശ്വര്യത്തോടും ഒക്കെ നിലനിൽക്കുവാനായിട്ട് ഏറ്റവും കഠിനമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം വളരെയധികം കഷ്ടതകളിലൂടെയോ കടഭാരങ്ങളിലൂടെയോ കഴിഞ്ഞ നാളുകളായിട്ട് കടന്നു പോകുകയായിരിക്കാം. അതുകൊണ്ട് ദൈവികമായ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറി ഫലം പറയുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളിൽ ഒന്നാമത്തേത് ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചിത്രവും രണ്ടാമത്തേത് കണിക്കൊന്നയുടെ ചിത്രവുമാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. അതും നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിയ ശേഷം മാത്രം തിരഞ്ഞെടുക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ അതായത് ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ്, ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം നിശബ്ദരായിട്ടുള്ള വ്യക്തികളാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ മാറ്റി നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ നിങ്ങൾ കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം ഒരു പരിധിക്കപ്പുറം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. എവിടെയൊക്കെയാണോ നിങ്ങളുടെ സ്ഥാനം അവിടെയൊക്കെ മാത്രമായിട്ട് മാറുന്ന വ്യക്തികൾ. അനാവശ്യമില്ലാത്ത സ്ഥലത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുകയോ മറ്റുള്ളവരെ പരിഹസിക്കുകയോ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കളിയാക്കുകയോ ഒന്നും ചെയ്യാതെ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ക്ഷമയാണ് നിങ്ങളുടെ ഒരു ആയുധം എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം നിരാശകൾ അനുഭവിക്കുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ കടഭാരത്തിൻ്റെ ഭീതിയിൽ അമർന്ന് ജീവിക്കുന്ന വ്യക്തികളാകാം. കുറച്ചൊക്കെ കടഭാരങ്ങൾ എല്ലാ കുടുംബത്തിലുമുണ്ട്, കുറച്ചൊക്കെ പ്രയാസങ്ങൾ എല്ലാ കുടുംബജീവിതങ്ങളിലുമുണ്ട്. അതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, തടസ്സങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാത്തതായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ തകർച്ചയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങളെ മാനസികമായി ഒരുപാട് തകർക്കുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതുമ്പോഴും അതിന് കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങളെ മുറുക്കുന്നതായ അവസ്ഥകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളെ ചതിക്കുന്ന ഒരനുഭവം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ഷമാപൂർണരായിട്ടുള്ള വ്യക്തികളാണ്, ഏറ്റവും കൂടുതൽ കഠിനാധ്വാനികളാണ്, ഏറ്റവും കൂടുതൽ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട്. ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ഒരനുഗ്രഹം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സാമ്പത്തിക തകർച്ചകളുണ്ട്, ഒരുപാട് പേരെ കണ്ണടച്ച് വിശ്വസിച്ച്, അതുപോലെ തന്നെ വായ്പാ ബാധ്യതകൾ, ചിട്ടികൾ, അങ്ങനെ തുടങ്ങി ധാരാളം അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻസുകളേറെ, അതുപോലെ തന്നെ മക്കളുടെ ഭാവി കാര്യങ്ങൾ, അവരുടെ ഉപജീവന മാർഗങ്ങൾ, അവരെക്കുറിച്ചുള്ള ആശങ്കകൾ, ഒരു ഭവനത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും
ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരണമെങ്കിലോ പ്രാർത്ഥന എന്നൊരായുധം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ ഇതൊക്കെ ഈശ്വരനിൽ അർപ്പിക്കുക. വരുന്ന ഒരു 30 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് കടഭാരങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ അന്ത്യം കുറിക്കുവാനായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ചെറിയ വായ്പയ്ക്കൊക്കെ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ദിവസത്തിനകം നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും. വിവാഹ കാര്യങ്ങളിലും കുടുംബജീവിതങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും, അതുപോലെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം, അതായത് കണിക്കൊന്നപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ദേഷ്യ സ്വഭാവമുള്ള വ്യക്തികളാണ്. പക്ഷേ ആ ദേഷ്യ സ്വഭാവം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. ബാക്കി എല്ലായ്പ്പോഴും വളരെയധികം ശാന്തരായിരിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തിരിച്ചടികൾ കാരണം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ഈ ദേഷ്യ സ്വഭാവം ഒക്കെ കൂടുന്നത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും എടുത്ത് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ കഷ്ടതകളൊന്നുമില്ല, അത്രത്തോളം മാനസികമായ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ. സ്വന്തവും ബന്ധവും എന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ചവരൊക്കെ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അനുഭവിക്കുന്ന വേദനകൾ, ഇതൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ ഇത്രത്തോളം കഠിനമാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം അവസ്ഥകൾ മറികടക്കുവാനും ജീവിതത്തിൽ ഒരു അനുഗ്രഹം സാധ്യമാകുവാനും നിങ്ങൾക്ക് കഴിയണമെന്നാണ് നാൾക്കുനാൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. ആ ഈശ്വര ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പല പ്രയാസങ്ങൾക്കും പല പ്രതിസന്ധികൾക്കും നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു. അതായത് മറ്റൊന്നും കൊണ്ടല്ല, പലപ്പോഴും ഒരുപാട് നിരാശകൾക്ക് പാത്രമായ വ്യക്തികളാണ് നിങ്ങൾ. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ എന്നും വെല്ലുവിളികളായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ അതിനെയൊക്കെ മാറ്റുവാനും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുവാനും പ്രയാസങ്ങളെ മറികടക്കുവാനും ഒക്കെ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി സമൃദ്ധി ഉണ്ടാകും. വെല്ലുവിളികളും അതുപോലെ കഷ്ടങ്ങളും കണ്ണുനീരും ഒക്കെ മാറി ജീവിതത്തിൽ ഒരു പരിപൂർണ സൗഭാഗ്യം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. വളരെയധികം ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും അതൊന്നും മനസ്സിൽ വയ്ക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക. പല വ്യക്തികളും നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു, പല വ്യക്തികളും നിങ്ങളെ വേദനിപ്പിക്കുന്നു, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. എന്നാൽ തീർച്ചയായിട്ടും ഈ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോകത്തക്കവണ്ണം സർവേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമെന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.